മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ആ പ്രതാപൻ ഇപ്പോൾ വിളിച്ചിരുന്നു, പക്ഷേ അയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ പറയണതിന് മുമ്പായിട്ട് കരുണയാണോ കരുണയുടെ മുത്തശ്ശിയാണോ ആരൊക്കെയോ ചേർന്ന് അയാളുടെ ഇന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കരുണയുടെ മുത്തശ്ശിയുടെയൊക്കെ സംസാരം കേട്ടു എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും കണ്ണേട്ടൻ കാര്യമാക്കണ്ട, അയാൾക്കിപ്പോൾ തലയ്ക്ക് വെളിവില്ലാണ്ടിരിക്കുക, അയാൾ എന്തൊക്കെയാണ് പറയണതെന്ന് അയാൾക്ക് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും അല്ല മഹി, എന്തോ ഒരു കാര്യമുണ്ട്, എന്തായാലും അയാളുടെ ശരീരത്ത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കയറിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, ഇനിയിപ്പോൾ അയാൾ നമ്മളെ അന്ന് കൊല്ലാൻ വന്നെന്നാലോ മാർക്കോ പറഞ്ഞത്, അങ്ങനെ കൊല്ലാൻ വന്നപ്പോൾ അച്ഛനായിരിക്കും നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും കണ്ണേട്ട, എന്തായാലും എൻ്റെ അച്ഛന് എന്നെ ഭയങ്കര ജീവനായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കൊരു ആപത്തും വരാൻ എൻ്റെ അച്ഛൻ സമ്മതിക്കൂല, ഇനിയിപ്പോൾ പ്രതാപൻ്റെ ദേഹത്തുള്ള എൻ്റെ അച്ഛനാണോ എന്നോട് സംസാരിക്കാൻ നോക്കണേന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതൊന്നും അല്ല, അയാൾ ചിലപ്പോൾ മനഃപൂർവ്വം കണ്ണേട്ടനെ വിളിക്കുന്നതായിരിക്കും, ഇനിയും കണ്ണേട്ടനെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും, അയാളെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കണ്ണേട്ടൻ ഒരു കാരണവശാലും അയാളുടെ അടുത്തേക്ക് പോയതെന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ മഹി അയാളുടെ അമ്മയും കരുണയും അയാളുടെ ഇന്ന് ഫോൺ വാങ്ങിയെടുത്ത്, അങ്ങനെ എന്തെങ്കിലും ചതിയാണെങ്കിൽ അവരും അതിന് കൂട്ടു നിൽക്കാമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല കണ്ണേട്ട, എന്തായാലും അയാളുടെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്, കണ്ണേട്ടൻ അയാൾ വിളിച്ചു എന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാനൊന്നും നിൽക്കല്ലേ എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ഈ പ്രതാപൻ്റെ ഇന്ന് ഫോൺ മേടിച്ചെടുത്തതും പ്രതാപനാണെങ്കിൽ നല്ലോണം കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് കരുണയോട് പറയുന്നുണ്ട്, നീ ആ ഫോൺ താടി, ഇല്ലെങ്കിൽ ഞാൻ വണ്ടി വിളിച്ചാണെങ്കിലും കണ്ണൻമോൻ്റെ അടുത്ത് നിന്ന് സത്യങ്ങളൊക്കെ പറയും. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അച്ഛൻ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്ന അച്ഛന് ജീവനോടെ ഇരിക്കാം, ഇല്ലെങ്കിൽ അച്ഛൻ്റെ മരണം എൻ്റെ കൈകൊണ്ടായിരിക്കും, എൻ്റെ ജീവിതം തകർക്കാനാണ് അച്ഛനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കണേന്ന്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, എനിക്ക് ആരുടെ ജീവിതം തകർന്നാലും പ്രശ്നമില്ല, എൻ്റെ വിശ്വനാഥന് നീതി കിട്ടണം, ഇന്ന് അവൻ വരുമ്പോൾ എന്നോട് കണ്ണനോട് സത്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം എനിക്ക് അവനോട് പറയണം, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, നിങ്ങളായിട്ട് എന്നെ എന്തിന് അനുവദിച്ചില്ലെങ്കിൽ ഞാൻ ആരെയും നോക്കൂല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കണ്ണനെ കാണാൻ പോകുന്നു. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് ഇവിടെ കിടന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് പൂട്ടിയിടൂടാ, പിന്നെ നീ എങ്ങനെയാണ് കണ്ണനെ കാണാൻ പോണേ, അതൊരിക്കലും നടക്കണ കാര്യമല്ല എന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെയും ഞാൻ കൊല്ലും, എനിക്കിനിയിപ്പോൾ ഒന്നും പേടിക്കാനൊന്നുമില്ല. ആ സമയത്ത് കരുണയ്ക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് കരുണ പറയുന്നുണ്ട്, അച്ഛനെന്താ ഇങ്ങനെ, എന്നെക്കുറിച്ചൊന്നും അച്ഛനും ഓർക്കണില്ലേ, ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞാൽ എൻ്റെ ജീവിതം തകരൂലേ എന്ന് ചോദിക്കുമ്പം എനിക്കതൊന്നും വിഷയമല്ല, എൻ്റെ വിശ്വനാഥനെ എനിക്ക് രക്ഷിക്കണം, പാവം എൻ്റെ വിശ്വനാഥൻ, ആ വാമദേവൻ കാരണം ഞാൻ എൻ്റെ വിശ്വനാഥനെ കൊന്നേന്നൊക്കെ പറഞ്ഞിങ്ങനെ എണ്ണി പറക്കണ സമയത്ത് മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട്. മോഹിനി വന്നെ കണ്ടതും ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ ഓടി വന്ന് പ്രതാപൻ്റെ വാ പൊത്തുന്നുണ്ട്. മോഹിനി ഈ പ്രതാപൻ പറയണത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, വിട് കിളവി, എൻ്റെ മുഖം പൊത്താതെ എനിക്ക് സംസാരിക്കണ്ടേന്ന് പറയുമ്പോൾ വേണ്ട, നീ കുറച്ച് സംസാരിച്ചാൽ മതിയെന്ന്. അങ്ങനെ കരുണ എന്നിട്ട് മോഹിനിയോട് പറയുന്നുണ്ട്, അമ്മ പോയിക്കോ, അമ്മയെ കണ്ട അച്ഛൻ വീണ്ടും വയലൻ്റ് ആവുമെന്ന് പറയുമ്പം മോഹിനിയാണെങ്കിൽ സങ്കടത്തോടു കൂടി തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ മഹാലക്ഷ്മി ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, കണ്ണേട്ടൻ സത്യങ്ങൾ അറിഞ്ഞാൽ കണ്ണേട്ടൻ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ണേട്ടൻ ഈ ലോകത്തെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നത് കണ്ണേട്ടൻ്റെ അച്ഛനും കണ്ണേട്ടനെ അതേ സ്നേഹമായിരുന്നു. സത്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പം കണ്ണേട്ടൻ എന്നെ വെറുക്കൂല ഭഗവാനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്തായാലും അയാളെ ഒന്ന് പോയി കാണാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി ആണെങ്കിൽ ഈ പ്രതാപനെ കാണാനായിട്ട് വരുന്നുണ്ട്. ഇതേസമയം കണ്ണനാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്, അയാൾ എന്തിനായിരിക്കുമോ എന്നെ വിളിച്ചത്, എന്തായാലും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അയാളുടെ ശരീരത്തിൽ കയറിയെന്ന് എല്ലാവരും പറയണത്, അയാൾക്ക് എന്നോട് എന്തൊക്കെയോ സത്യങ്ങൾ പറയാനുണ്ടെന്ന്, അത് ചിലപ്പോൾ അച്ഛൻ തന്നെയായിരിക്കും എന്നോട് പറയാൻ പോണത്, ഇനിയിപ്പം അച്ഛൻ്റെ കൊലപാതകത്തിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നായിരിക്കും അയാൾ പറയണതെന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് മോഹിനി ഇങ്ങനെ ഇറയത്ത് ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട്. മഹാലക്ഷ്മിയെ കണ്ടതും, മോള് വന്നോ, എനിക്കിപ്പോഴാണ് സമാധാനമായ, അവിടെ എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എന്ന് ചോദിക്കുമ്പം അവിടെ പ്രശ്നമൊന്നുമില്ലമ്മേ, പക്ഷേ കരുണയുടെ അച്ഛൻ ഇങ്ങനെ തുടങ്ങിയാൽ അധികം വൈകാതെ അവിടെ പ്രശ്നങ്ങളാവും, എന്തായാലും ഇന്നും കരുണയുടെ അച്ഛൻ കണ്ണേട്ടനെ വിളിച്ചിരുന്നു, ആ സമയത്ത് കരുണയോ മുത്തശ്ശി ആരോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചതുകൊണ്ട് കണ്ണേട്ടൻ സത്യങ്ങളൊന്നും അറിഞ്ഞില്ല, പക്ഷേ കണ്ണേട്ടന് ഇപ്പോൾ നല്ല സംശയമുണ്ട്, ഈ അച്ഛനക്ക് എന്തോ കണ്ണേട്ടനോട് പറയാനുണ്ടെന്നാണ് പറയണേ, അതുമാത്രമല്ല കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ആത്മാവ് കരുണയുടെ അച്ഛൻ്റെ ശരീരത്ത് കൂടിയേക്കണേന്നും കണ്ണേട്ടനറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണേട്ടൻ സംശയിക്കുന്നത്
കണ്ണേട്ടൻ്റെ അച്ഛൻ കണ്ണേട്ടനോട് സംസാരിക്കണമെന്ന് പറയുമ്പം കണ്ണേട്ടൻ്റെ അച്ഛൻ തന്നെയായിരിക്കും സംസാരിക്കണേന്നല്ലേ. അതുകൊണ്ട് കണ്ണേട്ടൻ ഇങ്ങോട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്തായാലും കണ്ണേട്ടൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. ഞാനത് തടഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണേട്ടൻ എന്നോട് പറയാതെ വരുമെന്ന് അറിയില്ല. എന്തായാലും അമ്മയൊന്ന് സൂക്ഷിക്കണം. അന്നേരം മോഹിനി പറയുന്നുണ്ട്, ഇതിപ്പോൾ നമ്മൾ പെട്ടല്ലോ മോളെ. ഇത്രയും ദിവസം ഈ കർണയുടെ അച്ഛനെ മുത്തശ്ശീനെ കർണേനെ ഒന്ന് അടക്കി നിർത്താനാണ് നമ്മൾ ആ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് തന്നെ അത് ആപത്തായി വന്നല്ലോ. ഇതിപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇതുകൊണ്ട് തകരൂല്ലോ എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതോർത്തിട്ട് അമ്മ എനിക്ക് പേടി. ഒന്നുമില്ലെങ്കിലും ഞാൻ ആ അപകടത്തിന് സാക്ഷിയായിരുന്നല്ലോ. എന്നിട്ടും ഇത്രയും നാളായിട്ട് കണ്ണേട്ടനോട് ഞാനത് മറച്ചു വെച്ചില്ലേ. എനിക്ക് അന്നേ കണ്ണേട്ടനോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. എന്തായാലും മോള് അയാളെ ഒന്ന് പോയി കാണുന്നത്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ അകത്തേക്ക് ചെല്ലുമ്പം കരുണ കണ്ടിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്കൊക്കെ മതിയായില്ലേടി? കുറേ നാളായില്ലേ നീ അച്ഛനെയും മുത്തശ്ശീനെയും എന്നെയൊക്കെ ഭീഷണിപ്പെടുത്തണു. കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് അച്ഛനാന്ന് എല്ലാവരോടും പറയുമെന്നും പറഞ്ഞ് ഇപ്പം അച്ഛനായിട്ട് തന്നെ അത് പറയാൻ നടക്കുക. ഇപ്പം നിനക്ക് സമാധാനമായില്ലേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, അത് ഞാനെന്ത് ചെയ്തിട്ടാ? ഞങ്ങളെ കൊല്ലാനായിട്ടല്ലേ നിൻ്റെ അച്ഛൻ അന്നും ലോറിയായിട്ട് പുറപ്പെട്ടതെന്ന്. അന്നേരം കരുണയ്ക്കാണെങ്കിൽ ആകെ അത്ഭുതമാവുന്നുണ്ട്. ഇതേസമയം പ്രതാപൻ്റെ അമ്മയും ഇങ്ങനെ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ വലിയ ദിവ്യശക്തി ഉണ്ടോ? അന്ന് പ്രതാപൻ ഇവളെ കൊല്ലാൻ പോയ വിവരം ഞങ്ങൾക്ക് മാത്രമല്ല അറിയാവുള്ളൂ. പിന്നെ ആ വിവരം എങ്ങനെ ഇവൾ അറിഞ്ഞിരുന്നു? അതേസമയം കരുണ ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ മണ്ടത്തര ലക്ഷ്മി പറയണത്? നിങ്ങളെ അച്ഛൻ കൊല്ലാൻ വന്നു എന്നോ? അതൊരിക്കലും ഇല്ല എന്ന് പറയുമ്പം നിന്നോട് ആരാ പറഞ്ഞാൽ? എനിക്കറിയാം, ഇയാൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ലോറിയായിട്ട് വന്നപ്പോഴാണ് കണ്ണേട്ടൻ്റെ അച്ഛൻ ഇടപെട്ട് ഇയാളെ ഈ അവസ്ഥയിലാക്കിയിരുന്നു. അത് കേട്ടതും കരുണയാണെങ്കിൽ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനെ കാണാനായിട്ട് മഹാലക്ഷ്മി എന്നതും പ്രതാപൻ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളെ ലക്ഷ്മി, എൻ്റെ മോളല്ലേ, എന്തായാലും എനിക്ക് ഈ സത്യങ്ങളെല്ലാം കണ്ണനെ അറിയിക്കണം. അതിന് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരി. ഈ സത്യങ്ങൾ കണ്ണേട്ടനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കുമ്പം എന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമല്ല. കണ്ണൻ എത്രയും പെട്ടെന്ന് സത്യങ്ങൾ അറിയണം. ഇല്ലെങ്കിൽ എനിക്ക് സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. ആ വിശ്വനാഥൻ എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇന്നലെയും അവൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, കണ്ണൻ സത്യങ്ങൾ അറിഞ്ഞുവെന്ന്. ഞാനില്ലയെന്ന് പറഞ്ഞപ്പം അവൻ എന്നെ ഉപദ്രവിക്കാൻ നോക്കിയതാണ്. പിന്നെ ഇന്ന് എങ്ങനെയെങ്കിലും ഞാൻ അവനെ സത്യങ്ങൾ അറിയിച്ചോളാമെന്ന് ആ വിശ്വനാഥന് വാക്ക് കൊടുത്തതിന് ശേഷം അവനിവിടുന്ന് പോയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനെയും ദുർഗേനെയാണ്. ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് വന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ, ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളറിയാതെ നടക്കുന്നുണ്ട്. കാരണം നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറച്ചും വയ്ക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ്റെ ശരീരത്ത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കയറണേ എങ്ങനെയാണ്? ഇതിനു മുമ്പ് എൻ്റെ അച്ഛന് അവളുടെ അച്ഛനെ പരിചയമില്ല. അവളുടെ അച്ഛനും എൻ്റെ അച്ഛനെ അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് അയാളുടെ ദേഹത്ത് എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കയറിയെന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്തേടാ. ഇപ്പം ഇവിടെ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾക്കൊന്നും ഇതുവരെ വിശ്വേട്ടനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പിന്നെ അയാളെ മാത്രം വിശ്വേട്ടനെ അന്വേഷിച്ച് പോയ എന്തിനാ? ഇനിയിപ്പം അയാളെങ്ങാനും ആയിരിക്കുമോ വിശ്വേട്ടനെ കൊന്നേന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എനിക്കും ആ കാര്യത്തിലൊരു സംശയം ഉണ്ടമ്മേ. എന്തായാലും ഞാൻ ആ സത്യം കണ്ടുപിടിക്കും. കാരണം നമ്മളെ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയുന്നത് തന്നെ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാതിരിക്കാനാണ്. കാരണം അറിയാതെ നമുക്കവിടെ പോകണം അമ്മേന്ന്. അത് കേട്ടതും ദുർഗയും ശരിയാ മോനെ, നമുക്കവിടെ പോയി അയാളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.